നമസ്കാരം. ചൈതന്യം, നക്ഷത്രഫലം, അതല്ലെങ്കിൽ മാസഫലം എന്നും പറയാം. ആദിത്യൻ്റെ ഗതിവിഗതി നക്ഷത്രങ്ങളെന്ന് പറയുമ്പം ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഓരോ നക്ഷത്രവും അതിൻ്റെ മാസഫലം എന്ന് വേണമെങ്കിലും പറയാം. അതിലേക്ക് നമുക്ക് പോവാം. ഓരോ നക്ഷത്രക്കാരുടെയും ആ ഫലപ്രാപ്തി എങ്ങനെയാണെന്ന് നോക്കാം. അത് ഓരോ മാസവും ഓരോ തരത്തിൽ അതിൻ്റെ ഫലങ്ങൾ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതിലാദ്യം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ദേവത അശ്വനി ദേവതകളെന്നാണ് പറയുന്നത്. അത് ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ദേവഗണം. അതിൻ്റെ യോനിഭാവം പുരുഷയോനിയാണ്. മൃഗം, ആൺകുതിരയിൽ പെടുന്ന ഇതാണ് ആൺകുതിര. പഞ്ചഭൂതത്തിൽ ഭൂമിയിൽ പെടുന്നു. പക്ഷി, പുല്ല്. അത് കൂടാതെ വൃക്ഷം, കാഞ്ഞിര വൃക്ഷമാണ് അശ്വതിയുടെ. അശ്വതി നക്ഷത്രത്തിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ജൂലൈ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും മാറ്റം, അനുകൂലമായിട്ടുള്ള മാറ്റവും ആ മന്ദഗതി മാറി സാമ്പത്തിക മെച്ചം ഉണ്ടാകാൻ, അതല്ലെങ്കിൽ പ്രമോഷൻ, അല്ലെങ്കിൽ അനുകൂല സ്ഥിതിയിലേക്ക് മാറ്റം, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത, കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ വരാനുള്ള സാധ്യത, ഇതൊക്കെ അനുകൂലമാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ സ്വന്തമായിട്ടോ പാർട്ട്ണർഷിപ്പിലോ ചെയ്യാൻ താല്പര്യപ്പെടുന്ന, ആഗ്രഹിക്കുന്നതിൽ പോസിറ്റീവായിട്ടുള്ള അനുകൂലം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി അനുകൂലം ഉണ്ടാകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട്. ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ച് സംഘർഷപരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യവഹാരപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റിൽ കാര്യങ്ങൾ യോജിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ ഹെൽത്ത് ഇഷ്യൂ ഒന്നും നിലവിൽ ബാധിക്കാൻ സാധ്യതയില്ല. വാഹനം ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂലമാകുന്നു. വീട്ടിൽ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. പൊതുവെ ഈശ്വരാധീനം അനുകൂലമാകുന്നു. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൻ്റെ ദേവത യമനാണ്. മാനുഷഗണത്തിലാണ് ഈ നക്ഷത്രം പെടുന്നത്. അത് പുരുഷയോനിയിലാണ് ഭരണി നക്ഷത്രം വരുന്നത്. ആന, ആനയിൽ കൊമ്പനാന, ആണാന. പഞ്ചഭൂതത്തിൽ ഭൂമിയിൽ പെടുന്നു. പക്ഷി പുല്ല് തന്നെയാണ്. വൃക്ഷം നെല്ലിയാണ്. അതിൽ ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട്. ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭരണി നക്ഷത്രത്തിന് നല്ല താല്പര്യം ഉണ്ടാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പഠനത്തിനായിരുന്നാലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായാലും ടൂറ്, മറ്റു കാര്യങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറി പോകാനുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം സംജാതമാകും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മെച്ചമുണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. തടസ്സങ്ങൾ മാറി മെച്ചമുണ്ടാകും. ടെൻഷൻ, അവിടെ പ്രശ്നങ്ങൾ, നുണയും പാരവയ്പ്പുമായിട്ട് നമുക്ക് ന്യായമായിട്ട് കാര്യങ്ങൾ കിട്ടേണ്ടതിന് തടസ്സങ്ങൾ കാണുന്നതിന് ഒക്കെ സ്ഥിതിവിശേഷം മാറി നമുക്ക് അനുകൂലം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക്
പ്രത്യേകിച്ച് ജോബ് വിസയോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് പോകാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടായി പോകാനും അവിടെ ചെന്നാൽ ലക്ഷ്യപ്രാപ്തിയിൽ സെലക്ട് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇവിടെ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള, പ്രത്യേകിച്ച് ലേഡീസിന്, സ്ത്രീജനങ്ങൾക്ക് 44 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച്, അത് തൈറോയിഡിൻ്റെയോ ബ്ലീഡിങ്ങിൻ്റെയോ യൂട്രസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ സിസ്റ്റിൻ്റെയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിലവിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ. പിന്നെ ഒരു വീഴ്ച അത് കുഴപ്പമില്ലാതെ ദൈവാധീനം കൊണ്ട് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ ഈശ്വരാധീനം അനുഭവം, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ബാത്റൂമിലോ വണ്ടി ആക്സിഡൻറ്റോ ആ തരത്തിൽ ഈശ്വരാധീനം നമുക്ക് ഇപ്പോൾ തുണയാണ് എന്നുള്ളതാണ് സത്യം. വീട് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. പ്രൊഫഷണൽ മേഖലയിലേക്ക് പഠിക്കാൻ അല്ലെങ്കിൽ എൻട്രൻസ്, നീറ്റ് ആ തരത്തിൽ ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ട് സെലക്ട് ആവാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. പൊതുവേ ഭരണി നക്ഷത്രത്തിന് അനുകൂല സ്ഥിതി തന്നെയാണ്. ഗണപതി ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുന്നത് അല്ലെങ്കിൽ കറുകമാല ചാർത്തി ഗണപതി ഹോമം ചെയ്യുന്നത് അമ്പലത്തിൽ ഈ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വളരെ നല്ല ഈശ്വരാധീനം മഹാഗണപതിക്ക് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അടുത്തത് തൃക്കാർത്തിക നക്ഷത്രം. തൃക്കാർത്തിക, കാർത്തികയുടെ ദേവത അഗ്നിയാണ്. ആസുരഗണത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. യോനി വന്നിട്ട് സ്ത്രീ യോനിയിൽ പെടുന്നു. അതോടൊപ്പം മൃഗം പെണ്ണാടാണ്. ഭൂമി ആണ് പഞ്ചഭൂതത്തിൽ പെടുന്നത്. ഇതും പുള്ളാണ് പക്ഷി. അത്തിയാണ് വൃക്ഷമായിട്ട് വരുന്നത്. ഇവിടെ ടെൻഷൻ കൂടുതൽ ചില സമയത്തുണ്ടാകും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. പെട്ടെന്ന് ടെൻഷൻ വരും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഗൃഹത്തിനകത്ത് ചെറിയ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാര കാര്യങ്ങളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഭക്ഷണം വളരെ സൂക്ഷിച്ചേ കഴിക്കൂ. വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചോ എന്താണെന്ന്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവും. അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻ വേറെ. അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഒരു സബ്മിഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മളോട് തന്നെ സബ്മിഷൻ ഉണ്ടാകണം, മറ്റുള്ളവരോടും സബ്മിഷൻ ഉണ്ടാകണം. ആ സബ്മിഷൻ കുറവ്, ഞാൻ തന്നെയാണ് ശരി എന്നുള്ള രീതിയിലുള്ള ആ വാശി, അത് കുറച്ച് കൊണ്ടുവന്നാൽ നമുക്കത് ഗുണപ്പെടും എന്നുള്ളതാണ് ന്യായവും സത്യവും. ഇവിടെ ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാന് അഭിഷേകം, ധാര, അതൊരു 3 തിങ്കളാഴ്ചയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിരിക്കും. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ലണ്ടനിൽ പോകണോ, UK പോകണോ, US പോകണോ, കാനഡയിൽ പോകണോ, ബാംഗ്ലൂർ പോകണോ, ഇങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ വരുന്ന സമയമാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. ഇവിടെ രോഗാതി ദുരിത ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് 49 വയസ്സ് കഴിയുന്നവർക്ക് അലട്ടുന്നുണ്ടാവും. അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാതെ നീട്ടി പോകുന്നത് ഉചിതമല്ല. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള രക്ഷ അത് പൂജിച്ച് ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയവും കൂടിയാണ്. ദൈവാധീനം അനുകൂലമായിട്ട് തന്നെ ഉണ്ട് ഈ നക്ഷത്രക്കാർക്ക്. ഇനി അടുത്ത് രോഹിണി നക്ഷത്രം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. മാനുഷഗണത്തിലാണ് ഈ നക്ഷത്രം പെടുന്നത്. സ്ത്രീയോനിയാണ്. നൽപ്പാമ്പ് എന്നുള്ളതാണ് അതിൻ്റെ മൃഗം. പഞ്ചഭൂതത്തിൽ ഭൂമി എന്ന സങ്കല്പത്തിലാണ് അത് വരുന്നത്. പക്ഷിയിൽ അതും പുല്ല് തന്നെയാണ്. ഞാവലാണ് വൃക്ഷം. ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിന്. അതോടൊപ്പം തന്നെ ശത്രുബന്ധനങ്ങൾ അലട്ടുന്ന സമയമാണ്. വിരോധങ്ങൾ,
അതെന്തെങ്കിലും അതിര് തർക്കമോ അല്ലെങ്കിൽ വഴിത്തർക്കമോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ വിരോധങ്ങളും വിരോധികളും കൂടിക്കൂടി വരും. അതും പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചിഴക്കേണ്ട സാഹചര്യവും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയും കരുതലും നമ്മളുണ്ടായിരിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള എല്ലാം ബൈഹാർഡാണ്. പക്ഷേ എന്തോ പറഞ്ഞതുപോലെ റിസൾട്ടിലത് കാണുന്നില്ല. ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും ഒരു ഭാഗത്തുണ്ട്. അത് മറികടക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യത്തിനും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫലപ്രാപ്തി വരാതെ മാനസിക വ്യഥ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ചില പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് അത് കിട്ടില്ല. പുറംതിരിഞ്ഞ് നിൽക്കുന്ന അനുഭവത്തിൽ മാനസികമായിട്ടുള്ള വ്യഥയുണ്ടാവും. ചില അപവാദങ്ങളും അനാവശ്യമായിട്ട് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അതും വളരെ കരുതലും ശ്രദ്ധയും നമുക്ക് വേണം. കൂടുതൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യണമെങ്കിൽ ശുക്രൻ്റെയോ ബുധൻ്റെയോ കാലഹോര സമയത്ത് പോയാൽ അത് വിജയിക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്താനും അനുകൂലമാണ്. അടുത്തത് മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചന്ദ്രനാണ് ദേവറ. ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മകയിരം. സ്ത്രീ യോനിയിൽപ്പെടുന്നു. മൃഗം പാമ്പാണ്. പഞ്ചഭുരത്തിൽ ഭൂമിയിൽ തന്നെയാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്ഥാനം. പുള്ളാണ് പക്ഷി. കരിങ്ങാലിയാണ് വൃക്ഷമായിട്ട് മകയിര നക്ഷത്രത്തിന് കാണുന്നത്. ഇതിൽ ഈശ്വരാധീനം വളരെ നല്ല ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബ്രേക്കപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വരുന്ന മാസത്തിൽ വളരെ ശ്രദ്ധയും കരുതലും വേണം. ശ്രദ്ധയും കരുതലും എന്ന് പറഞ്ഞാൽ സംസാര നിയന്ത്രണം എന്നുള്ളത് തന്നെയാണ്. ചിലരുടെ നുണയും പാരവയ്ക്കലും കാരണം തെറ്റിദ്ധാരണ വരാൻ കൂടുതലാണ്. അപ്പോൾ അത് നേരിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത്രയേ ഉള്ളൂ. തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങളിൽ നമുക്ക് ന്യായമായിട്ടും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ തെറ്റിദ്ധാരണ മൂലം നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോവും. പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തേടിക്കഴിഞ്ഞാൽ അത് അനുകൂലമായി സെലക്ട് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹത്തിനകത്ത് ഓരോ തരത്തിലുള്ള അസ്വസ്ഥതകൾ വരാൻ, വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് തോന്നിപ്പോവും. അതിൻ്റെ സാധ്യതയും ആവശ്യവും ഉടനടിയില്ല. പ്രത്യേകിച്ച് ചിങ്ങമാസം കഴിയുന്നത് വരെ ക്ഷമിക്കുക. അതിനുശേഷം വേണമെങ്കിൽ മാറാം എന്നുള്ളതേ ഉള്ളൂ. മുരുകസ്വാമിക്ക്, സുബ്രഹ്മണ്യന് നെയ്ദീപവും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. തിരുവാതിര നക്ഷത്രം മഹാദേവൻ്റെ നക്ഷത്രമാണ്. ശിവനാണ് ദേവത. മാനുഷഗണത്തിൽപ്പെടുന്നു. സ്ത്രീ യോനിയാണ്. മൃഗം ആൺ ശ്വാവ് എന്ന് പറയുന്ന മൃഗമാണ്. പഞ്ചഭൂതത്തിൽ ജലം എന്നുള്ളതാണ് കാണുന്നത്. ചകോരമാണ് പക്ഷി. കരിമരമാണ് വൃക്ഷമായിട്ട് വരണം. കരിമരം. ഇവിടെ ശിവഭഗവാനെ പൂജിക്കുന്നതും ശിവഭഗവാന് ധാര കൊടുക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ഈശ്വരാധീനം അനുകൂലമാണ്. അതുമാത്രമല്ല, ഗൃഹത്തിനകത്ത് ചില ലക്ഷണക്കേടുകൾ ചില സമയത്തുണ്ടാകും. അതനുസരിച്ചിട്ട് കാര്യങ്ങൾ കാണണം. അഗ്നിദോഷം നിരന്തരം വരിക, അരി വടിക്കുമ്പോൾ തിളച്ച വെള്ളം വീഴുക, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കുക്കറിൻ്റെ, ഗ്യാസിൻ്റെ, ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആ തരത്തിലുള്ള ലക്ഷണക്കേടുകൾ വന്നാൽ അതിന് പ്രായശ്ചിത്തം നമ്മൾ ചെയ്യണം. ശിവഭഗവാന് ജലധാര കൊടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പിന്നെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യാനോ പുതിയ വാഹനം വാങ്ങാനോ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. മരതകം അല്ലെങ്കിൽ എമറാൾഡ് അത് ധരിക്കുന്നത് വളരെ
അനുകൂലമാണ്. സാമ്പത്തിക മെച്ചം ഉണ്ടാകാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തിക മെച്ചം എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും നിറയെ ഉണ്ട്, ഇതൊക്കെ അഭിനയിക്കുകയാണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ നമുക്കേ അറിയൂ. മിച്ചമെന്ന് പറയണതില്ല, മെച്ചമെന്ന് പറയണതുമില്ല. അപ്പോൾ സാമ്പത്തിക മെച്ചവും മിച്ചവും ഉണ്ടാകണമെങ്കിൽ അതിനൊരു ആകർഷണം വേണം. കിട്ടേണ്ട സാമ്പത്തികം കിട്ടണം, സാമ്പത്തിക ഭാവത്തിൽ ധനഭാവം ഉറക്കുകയും വേണം. അതിന് എമറാൾഡ് ധരിക്കുന്നത് വളരെ വിശേഷമാണ്. ശിവഭഗവാന്റെ പാദത്തിൽ പൂജിച്ച് ധരിച്ചാൽ കുറച്ചുകൂടെ അനുകൂല സ്ഥിതി ഉണ്ടാകും. ദൈവാധീനം നല്ല രീതിയിൽ കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രത്തിന്. പുണർതം നക്ഷത്രം, അതിഥിയാണ് ദേവത, ദേവഗണത്തിൽ പെടുന്നു. സ്ത്രീയാണ് യോനിഭാവത്തിൽ, പെൺപൂച്ചയാണ് മൃഗഭാവം, ജലം പഞ്ചഭൂതത്തിൽ പെടുന്നു. ചകോരമാണ് പക്ഷി, മുളയാണ് വൃക്ഷമായിട്ട് കാണുന്നത്. ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. പുണർതം നാൾ ശ്രീരാമചന്ദ്രൻ്റെ നക്ഷത്രമാണ്. ഈശ്വര കടാക്ഷം അനുകൂലമായിട്ടുണ്ട്. ക്ഷമ നല്ലപോലെ ഉള്ള നക്ഷത്രമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അക്ഷമയും ചില സമയത്ത് വരുന്നുണ്ട്. വിദ്യാഭാവത്തിന് അനുകൂല സമയമാണ്. പഠിക്കുന്നവരെ സംബന്ധിച്ചോളം കുറച്ച് ശ്രദ്ധാ താല്പര്യം ഉണ്ടാകണം. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ തൽപരരാണ്. ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നമുണ്ടാകും. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിന് പോയാൽ അതെല്ലാം നടക്കും. ഈ സ്വന്തം കാര്യവും വീട്ടുകാര്യത്തിലും ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതിൻ്റെ പ്രശ്നത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ വീട്ടിനകത്ത് പുകഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെയോ സാമ്പത്തിക മെച്ചമുണ്ടാകില്ല. വരുന്ന സാമ്പത്തികം ഇരട്ടിയായിട്ട് ചിലവ് എന്നുള്ളതാണ് സത്യം. ഇതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പം ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ തകർച്ച അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ അത് നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, ആഗ്രഹ നിവൃത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ ശാപദോഷം ഇത് വളരെ പഴക്കമുള്ളതും പൂർവികമായിട്ടുള്ളതും. അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ വർക്കലയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് മുമ്പ് അവർ കൊണ്ടുപോയി ചെയ്തത് തൃപ്തിയാവാത്തതിൻ്റെ ഒരു കഷ്ടത അല്ലെങ്കിൽ ശാപം, അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം. തിലഹോമം അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യുന്നത് ഉചിതമാണ്. ആവക ശാപപാപ ബന്ധനങ്ങൾ കൊണ്ട് മംഗല്യ തടസ്സം, വിവാഹ തടസ്സം അല്ലെങ്കിൽ സന്താനഭാഗ്യ തടസ്സങ്ങൾ, ഇതൊക്കെ ജോലി തടസ്സം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ, അതൊക്കെ എന്നെ മറന്നു എന്നുള്ള പിതൃദോഷങ്ങൾ വരാതെ അതിനുള്ള പ്രായശ്ചിത്തം ചെയ്താൽ ഒരു പരിധിവരെ ആ ദോഷങ്ങൾ വരും തലമുറയെ കൂടെ ബാധിക്കാതെ നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് തിലഹോമം, ലക്ഷ്മീനാരായണ പൂജ, ഉപചാരം എന്നുള്ളത് ചെയ്ത് സമർപ്പിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ദൈവാധീനം അനുകൂലം തന്നെയാണ്. പൂയം നക്ഷത്രമാണ്. ദേവത ബൃഹസ്പതിയാണ്, ദേവഗുരു. ദേവഗണത്തിൽപ്പെടുന്നു. പുരുഷ യോനിയിൽപ്പെടുന്ന നക്ഷത്രമാണ്. പഞ്ചഭൂതത്തിൽ ജലത്തിലാണ് നിൽക്കുന്നത്. ചകോരം തന്നെയാണ് പക്ഷി. അരയാലാണ് വൃക്ഷമായിട്ട് വരുന്നത്. ഇവിടെ പൂയം നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെയധികം, ഇത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അലട്ടൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യത്തിൽ പട്ടിണി വരെ കിടക്കാനുള്ള മനോഭാവം ഉണ്ടാകും. നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കില്ല. അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പിൽ കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടാവും. അത് ബ്രേക്കപ്പ് ആവുന്ന പ്രശ്നങ്ങൾ അതിനെ ചുറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യത്തിൽ വിവാഹം, അംഗല്യയോഗം നീണ്ടുപോകും, ഏജ് ഓവറായി വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിൽ മേഖലയിൽ പഠിച്ചതൊന്ന് കിട്ടുന്നതൊന്ന് എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അതൊന്ന് ശരിയാക്കിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ള യാഥാർത്ഥ്യം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ജോലി സ്ഥിരത വരാനുള്ള സാധ്യത കുറവാണ്. ഒരു സ്ഥിര ജോലിയിൽ നിന്ന് നീണ്ടു പോകും. കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡെയിലി വേജസ് എന്നുള്ള പ്രശ്നങ്ങളുണ്ടാകും.
അതോടൊപ്പം വിദേശത്ത് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായിട്ടുള്ള ഒരു പാർട്ട് ടൈം ജോലി ഉറയ്ക്കുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ പൂയ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഉള്ളത്. നാട്ടിൽ ഉള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക്, പാർട്ട്ണർഷിപ്പിൽ നിൽക്കുന്നവർക്ക് കുറച്ച് അലട്ടലും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കേതുവിൻ്റെയും ശനിയുടെയും ഒരു മൗഢ്യം നിൽക്കുന്ന സമയമാണ്. അതായത് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഹെൽപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. കുടുംബ ഷെയർ അല്ലെങ്കിൽ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത അനുകൂലമായിട്ട് കാണുന്നുണ്ട്. കുടുംബ പരദേവത അല്ലെങ്കിൽ കുടുംബമൂർത്തികളുടെ അനുഗ്രഹം, അതിനുള്ള സമർപ്പണവും മറ്റു കാര്യങ്ങളും നമ്മൾ അമാന്തിക്കാതെ ചെയ്ത് ആ ശാപങ്ങൾ ഒഴിവാക്കിയെടുക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ്. ദൈവാധീനം അനുകൂലമാണ്. ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിന് സർപ്പങ്ങളാണ് ദേവത. ആസുരഗണത്തിലാണ് പെടുന്നത്. പുരുഷയോനിയാണ്. കരിമ്പൂച്ച, കറുത്ത പൂച്ചയാണ് മൃഗം. പഞ്ചഭൂതത്തിൽ ജലത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. പക്ഷിയിൽ ചകോരം തന്നെയാണ്. വൃക്ഷത്തിൽ നാരകത്തിലാണ് വരുന്നത്. ദൈവാധീനം നല്ല രീതിയിലുണ്ട്. നാഗങ്ങൾ തന്നെയാണ് ദേവത. ഉരകങ്ങൾ ആ വർഗത്തിൽപ്പെടുന്ന ആദരിക്കണം, ആചരിക്കണം എന്നുള്ളത് സത്യം. ആയില്യ പൂജയ്ക്കൊക്കെ കൊടുക്കുന്നത് വിശേഷമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, പറയേണ്ടതില്ലല്ലോ. ഇവിടെ ചില പ്രശ്നങ്ങളിൽ എടുത്തു ചാടി, അതായത് ഈ ജാമ്യം നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകുന്നു. നമ്മളും കൂടെ അതിൻ്റെ പ്രശ്നങ്ങളെടുത്ത് തലയെ വയ്ക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെയോ ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് കലഹിക്കേണ്ടിയും വരും. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നാണ് തെറ്റ്. അത് ആ സമയത്ത് ചിന്തിക്കാതെ എടുത്തു ചാടി ചെയ്യുന്ന പ്രവൃത്തിയിൽ ദുഃഖിക്കേണ്ടിയും വരും. അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വൈകാരിക തീരുമാനം നമ്മൾ എടുത്തേ പറ്റൂ. നഷ്ടം നമുക്ക് തന്നെയാണ് എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ, ശുക്രൻ്റെയും കാലഹോര സമയത്ത് പോയാൽ ഒരുവിധം നമുക്ക് ലക്ഷ്യത്തിലെത്തി കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കാൻ സഹായകരമാകും. ഇവിടെയും ചില്ലുകൾ നിരന്തരം ഉടഞ്ഞിരിക്കുന്നത് ഒഴിവാക്കിയെടുക്കണം. പടത്തിൻ്റെയോ മലമാരുടെയോ മുഖം നോക്കുന്നതോ ജനലിൻ്റെയോ ഉടഞ്ഞതിരിക്കുന്നത് കഷ്ടകാലമാണ്. അത് കഴിയുന്നത്ര അത് മാറ്റി സ്ഥാപിക്കുന്നത് നല്ലതാണ്. ദൈവാധീനം വളരെ അനുകൂലമാണ്. ഇവിടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാണുന്നെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ടുപോകാതെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം കാലഘട്ടം അങ്ങനെയാണ്. ദൈവാധീനത്തിന് കുറവില്ല, ഈശ്വരാധീനം കാണുന്നുണ്ട്. മകം നക്ഷത്രം, പിതൃക്കളാണ് ദേവത. പിതൃക്കൾ എന്ന് പറയുമ്പോൾ പൂർവ്വ പുണ്യ പിതൃക്കൾ തന്നെയാണ്. അപ്പോൾ പിതൃക്കളുടെ പൂജകൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ മുടങ്ങാതെ ചെയ്യണം. എന്തെങ്കിലും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ചെയ്യണം. ആസുരഗണത്തിലാണ് വരുന്നത് ഈ നക്ഷത്രം. പുരുഷയോനിയിൽപ്പെടുന്നു. എലിയാണ് വാഹനം. ജലം പഞ്ചഭൂതത്തിൽപ്പെടുന്നു. അതുമാത്രമല്ല, ചകോരം പക്ഷിയിൽപ്പെടുന്നു. അതോടൊപ്പം പേരാലാണ് വൃക്ഷത്തിൽപ്പെടുന്നത്. ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് കുടുംബ കോടതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉടനടി സെറ്റിൽമെൻറ്റ് ചെയ്ത് അവരവരുടെ ജീവിതത്തിലേക്ക് പോവേണ്ടത് ആവശ്യം. നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. വക്കീലന്മാർ കിടന്ന് കളിക്കുന്നെങ്കിൽ അതെല്ലാം നമ്മളായിട്ട് തന്നെ മുന്നിട്ട് ഇറങ്ങി സെറ്റിൽമെൻറ്റിൽ പോകുന്നതാണ് ഉചിതം. രണ്ടാമത്, വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നോക്കിയും കണ്ടും പരിഹരിച്ച്
ഈ പഞ്ച സമർപ്പണം എന്ന് പറയും, അതായത് പഞ്ചമുഖം എന്ന് പറയും. പഞ്ചവാരുണ മന്ത്രം ജപിച്ച് ഈ പഞ്ചശുദ്ധി ചെയ്ത പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും അനർത്ഥങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ ഉചിതമാണ്. അത് വീട്ടിൻ്റെ കന്നിരാശിയിലോ അല്ലെങ്കിൽ കട്ടളയുടെ അടിയിലോ സ്ഥാപിക്കുന്നതാണ് ഉചിതം. ദൈവാധീനം പൊതുവെ അനുകൂലം തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ശ്രദ്ധയോട് അക്കൗണ്ടബിലിറ്റി വേണം എന്നുള്ളതാണ് ചുരുക്കം. ഇവിടെയും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശിരസ്സിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തലവേദന, കണ്ണുവേദന, ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അസുഖമുണ്ട്, സ്പെഷ്യലായിട്ടുള്ള ഡോക്ടറെ കണ്ട് ശിരസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് അമാന്തിക്കാതെ നീട്ടിവെക്കാതെ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പൂരം നക്ഷത്രം. ആര്യമ്മാവ് എന്ന് പറയുന്നതാണ് ദേവത. മാനുഷ്യഗണത്തിൽപ്പെടുന്നു. സ്ത്രീ യോനിയാണ്. ചുണ്ടരിയാണ് മൃഗം. പഞ്ചഭൂതത്തിൽ ജലത്തിൽ പെടുന്നു. ചകോരമാണ് പക്ഷി. പ്ലാശാണ് വൃക്ഷത്തിൽപ്പെടുന്നത്. പ്ലാശ് എന്ന് പറഞ്ഞാൽ ഈ ഹോമത്തിനൊക്കെ എടുക്കുന്ന ഒരു ചമതയാണ്, വളരെ വിശേഷം. അപ്പം അതിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈശ്വരാധീനത്തിന് യാതൊരു കുറവുമില്ല. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് നീണ്ടു പോകുന്നത് അനുകൂലമായി നടക്കാനുള്ള സമയം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള വർക്ക്, കോൺട്രാക്റ്റ് വർക്ക്, അല്ലെങ്കിൽ ബിൽഡേഴ്സുമായിട്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിട്ട് വരുന്നു. ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ പോകുന്നു. തൊഴിൽ മേഖലയിൽ മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ, ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവാധീനം നല്ല രീതിയിൽ ഗുണഗണമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം സ്വന്തമായിട്ട് പാർട്ട് ടൈമായിട്ടോ ബിസിനസ്സോ അല്ലെങ്കിൽ വർക്കോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ധൈര്യമായിട്ടും ഇറങ്ങാൻ പറ്റിയ സമയമാണ് ഈ മാസം. ജൂലൈ മാസം പ്രത്യേകിച്ച്, ആഗസ്റ്റ് മാസവും തെറ്റില്ല. ഈശ്വരാധീനം അനുകൂലമാണ്. പാർട്ട്ണർഷിപ്പിൽ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ മൂന്നാം നാളുകാരെ ആ ജാതകപ്പൊരുത്തവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ചേർക്കാൻ പാടുള്ളൂ. മൂന്നാം നാളുകാരെ മാത്രം. അതിൽ നോക്കുമ്പോൾ ഈ മൂന്നാം നാളെന്ന് പറയുമ്പോൾ അത്തം നക്ഷത്രം, അതൊന്ന് ശ്രദ്ധിക്കണം. ജാതകപ്പൊരുത്തമുണ്ടെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പൊതുവേ ഈശ്വരാധീനം അനുകൂലമാണ്. അടുത്തത് ഉത്തരം നക്ഷത്രം. ഉത്തരം നക്ഷത്രത്തിൻ്റെ ദേവത ഭഗൻ എന്നാണ് പറയുന്നത്. ഭഗൻ. 33 കോടി ദേവതകളുണ്ട്. ഈ 27 നക്ഷത്രത്തിനുള്ള ദേവതകൾ ഓരോരുത്തർക്കും ഓരോന്ന് തന്നെയാണ്. ഭഗൻ എന്ന് പറഞ്ഞ ദേവത മാനുഷ്യഗണത്തിലാണ് പെടുന്നത്. യോനി വന്നിട്ട് പുരുഷ യോനിയാണ്. മൃഗം ഒട്ടകമാണ്. അഗ്നിയാണ് പഞ്ചഭൂതത്തിൽ ഈ നക്ഷത്രത്തിന് പെടുന്നത്. ഉത്തരം വന്നിട്ട് ഭഗവാൻ ശാസ്താവിൻ്റെ നക്ഷത്രമാണ്. അഗ്നിയാണ്. കാകനാണ് പക്ഷിയിൽ വരുന്നത്. ഇത്തിയാണ് വൃക്ഷം. ഇത്തി അതും ഒരു ചമതയാണ്. ഹോമത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അത്തി, ഇത്തി, പേരാല്, ചമത. ഇത്തി വളരെ വിശേഷം. അപ്പോൾ ഉത്തര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഉന്നത വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്നവർക്ക് അതിനുള്ള നീറ്റോ എൻട്രൻസോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സെലക്ട് ആവാനുള്ള യോഗമുണ്ട്. എല്ലാവർക്കും അല്ല, താല്പര്യപ്പെടുന്നവർക്ക്. പിന്നെയോ പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റി, ഓഫർ അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് സെലക്ട് ആവാനുള്ള, അത് താല്പര്യപ്പെടുന്നവർക്കും ശ്രമിക്കുന്നവർക്കും യോഗം കാണുന്നുണ്ട്. അത് വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും ശ്രമിച്ചാൽ ഈ മാസം നമുക്ക് അനുകൂലമായിട്ട് അതിലേക്ക് സെലക്ട് ആവാൻ യോഗമുണ്ട്.
രണ്ടാമത്, വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കരുതലും ശ്രദ്ധയും വേണം. ഇതിന് മുമ്പ് ഒരു വീഴ്ച, അത് കുഴപ്പമില്ലാതെ പോയി, ആക്സിഡൻറ്റ്, ഒരു മാസം കുറച്ച് കരുതലും ശ്രദ്ധയും വേണമെന്നുള്ളതാണ് താല്പര്യം. മാത്രമല്ല, ഇതിൽ കേതുവിൻ്റെ, ബുധൻ്റെ, ശുക്രൻ്റെ മൗഢ്യം നിൽക്കുന്ന സമയമാണ്. അത് വരുമ്പോഴത്തേക്ക്, ബുധൻ്റെ മൗഢ്യം വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ, സെലക്റ്റായ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്റ്റായ കാര്യങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് വിളി വരില്ല, ബുദ്ധിമുട്ടുണ്ടാവും, നഷ്ടമുണ്ടാവും. രണ്ടാമതോ, ബാങ്ക് വായ്പ, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം അനുകൂലമായി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അപ്രസക്തമാകും. പ്രത്യേകിച്ച് അഡ്വാൻസ് ടോക്കണായ ഇടപാടുകൾ അപ്രസക്തമാകും. ഇങ്ങനെ കുറച്ച് അവിചാരിതമായിട്ടുള്ള കാര്യങ്ങൾ, നഷ്ട കാര്യങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ചുരുക്കം. അതൊരു കരുതൽ വേണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കരുതലെന്നുള്ളത് പറയുമ്പോൾ, ഒരു വഴിക്ക് നമ്മൾ പോകുമ്പോൾ ശരിയായിട്ടുള്ള വഴി ആയിരിക്കണം എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള വഴി നമുക്ക് സഞ്ചരിച്ചാൽ സമയവും നഷ്ടവും സാമ്പത്തികവും നഷ്ടവും മനക്ലേശവും ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അത് വരാതിരിക്കാൻ, ആ തടസ്സം ഉണ്ടാകാതിരിക്കാൻ വിഘ്നേശ്വരന് അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അർച്ചനയോ നാളികേരം ഉടക്കിയോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് പോയാൽ ഒരു പരിധിവരെ നമുക്ക് ഇത് ലാഭിക്കാൻ പറ്റും. സമയനഷ്ടവും സാഹചര്യവും ഒക്കെ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ദൈവാധീനം അനുകൂലം തന്നെയാണ്. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രത്തിൻ്റെ ദേവത ആദിത്യ ഭഗവാനാണ്. ദേവഗണത്തിൽ ഈ നക്ഷത്രം പെടുന്നു. സ്ത്രീ യോനിയാണ്. മൃഗം വന്നിട്ട് പോത്താണ്. അഗ്നി, പഞ്ചഭൂതത്തിൽ അഗ്നിയിലാണ് ഈ നക്ഷത്രം വരുന്നത്. പക്ഷി വന്നിട്ട് കാകനാണ്. അമ്പഴമാണ് വൃക്ഷം. അമ്പഴം എന്ന് പറയുന്ന വൃക്ഷമാണ്. അപ്പോൾ അത്തം നക്ഷത്രത്തിന് ഈശ്വര ചൈതന്യമുള്ള നക്ഷത്രം അത്തം നക്ഷത്രം. ഈശ്വര ചൈതന്യ ഭാവുകസ്ഥാന യോഗേ. ഈശ്വര ചൈതന്യ ഭാവുകസ്ഥാന യോഗി എന്ന് പറയുമ്പോഴത്തേക്ക് ആകർഷണവും വശ്യതയും ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ഒരു സുരക്ഷിത ഭാവം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. ചുമ്മാ അങ്ങ് ചെയ്യില്ല. എല്ലാ കാര്യത്തിലും അവരുടെ ഒരു കണ്ടെത്തലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് കൊച്ചുകുട്ടികളിൽ വരെ അങ്ങനെ തന്നെയാണ്. കലാനിപുണതാ യോഗവും ഉണ്ടാവും എന്നുള്ളതാണ്. അത് പ്രയോഗത്തിൽ അതിൽ ഒരു വശ്യത ഉണ്ടായിരിക്കും. പാട്ട്, ഡാൻസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഏതിലെങ്കിലും, ഡ്രോയിങ്ങോ ഏതിലെങ്കിലും ഒരു കലാനിപുണതാ യോഗം ഉണ്ടാകും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ. പക്ഷേ മാത്സ്, കണക്ക് എന്നുള്ള ഇതിൽ ചിലർക്ക് കുറച്ച് ബാക്കിലോട്ടായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രഡീഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നാലും ശരി തന്നെ മെച്ചവും നേട്ടവും ഉണ്ടാക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്ന സമയം. എഞ്ചിനീയർ, ഡോക്ടർ, CA ആ മേഖലയിൽ, പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ടെങ്കിലും ശരി തന്നെ ഒന്ന് രണ്ട് പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്ന് അവരുടെ പ്രൊഫഷണലിസത്തിലേക്ക് വളരാൻ വളരെ സാധ്യത കൂടുതലാണ്. ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അഷ്ടനീരാഞ്ജനം, 8 ശനിയാഴ്ച നീരാഞ്ജനം കൊടുക്കുന്നത് വളരെ വിശേഷം. എള്ളുകിഴി നീരാഞ്ജനം ശാസ്താവിന്, അത് 8 ശനിയാഴ്ചയായിട്ട് ചെയ്യുന്നത് ഉചിതമാണ്. ദൈവാധീനം അനുകൂലമാകുന്നു. ചിത്തിര നക്ഷത്രം. ത്വഷ്ടാവ് എന്നതാണ് ദേവൻ. ത്വഷ്ടാവ് ആസുരഗണത്തിൽ പെടുന്നു. സ്ത്രീയാണ് യോനിഭാവം. ആൾപുലി എന്ന് പറയും. ആൾപുലി ആണ് മൃഗം. അഗ്നിയാണ് പഞ്ചഭൂതത്തിൽ സ്ഥാനം.
പക്ഷി വന്നിട്ട് കാകനാണ്, വൃക്ഷം വന്നിട്ട് കൂവളമാണ്, കൂവളം. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈശ്വരഭാവുകമുള്ള നക്ഷത്രം തന്നെയാണ്. പുതുതായിട്ടുള്ളൊരു സംഘടന നമ്മൾ മുന്നിട്ടിറങ്ങി കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നുകൂടായില്ല. കാരണം പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ യാഥാർത്ഥ്യം കുറച്ച് പഴക്കമുള്ളതാണ്. അതിൽ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധനദോഷവും ഉണ്ട്. കാരണം അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വൈരാഗ്യവും അസൂയയും വാശിയും എന്നുള്ളതാണ് രത്നച്ചുരുക്കം. അപ്പം അതെല്ലാം ഒരേ സമയത്ത് നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മൾ തളരാൻ പാടില്ല. അപ്പോൾ ആ ബന്ധനദോഷം മാറണം. അതിൽ പ്രത്യേകിച്ച് വരുന്ന 3 മാസം വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു സത്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ശത്രുസംഹാര പൂജ, രക്തപുഷ്പാഞ്ജലിയാണ് ഏറ്റവും നല്ലത്. ദേവീക്ഷേത്രത്തിൽ ഒരു 11 വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ചെയ്യുന്നത് ഉചിതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവാധീനം അനുകൂലം തന്നെയാണ്. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൻ്റെ ദേവൻ വായു ഭഗവാനാണ്. ദേവഗണത്തിൽ ഈ നക്ഷത്രം വരുന്നു. പുരുഷയോനിയിലാണ് ഈ നക്ഷത്രം. മൃഗം വന്നിട്ട് മഹിഷം. മഹിഷമെന്ന് പറയുമ്പോൾ പന്നി എന്നാണ് കരുതുന്നത്. മഹിഷാസുരൻ എന്ന് കേൾക്കുന്നുണ്ടല്ലോ, മഹിഷം. അഗ്നി പഞ്ചഭൂതത്തിൽപ്പെടുന്നു. പക്ഷി വന്നിട്ട് കാകൻ തന്നെയാണ്. നീർമരുത് വൃക്ഷമായിട്ട് വരുന്നു, നീർമരുത്. അപ്പോൾ ചോതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, ഭാവ അതീശേ ചദ് ഭാവേ സതി ബലരഹിതേ ചദ് ഗൃഹേ കാരകാഖ്യേ. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം എന്ന് പറയും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യനെ ബാധിക്കും. ധർമ്മം എന്ന് പറയുന്നത് 108 തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് വിവാഹം കഴിച്ച് വരുമ്പോൾ ധർമ്മം എന്നുള്ളതിനെ കാക്കാൻ ധർമ്മപത്നിയായിട്ട് വരും. വിവാഹം കഴിച്ച് എല്ലാ കാര്യത്തിനും ധർമ്മപത്നി കൂടെയുണ്ട്. അപ്പോൾ ധർമ്മപത്നിയായി. ഭാര്യ എന്നുള്ളത് മാത്രമല്ല, ധർമ്മത്തിനെ കാക്കാനുള്ള ഉത്തരവാദം എന്നുള്ളതാണ്. അതൊരു മകനെയോ മകളെയോ പ്രസവിക്കുമ്പോൾ അമ്മ എന്നുള്ളതായി. ഭർത്താവ് 2ാം സ്ഥാനത്തേക്ക് പോയി. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതായി. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ജീവിതമാണ്, അച്ഛൻ്റെ അമ്മയുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്ഥാനം, മകളുടെ സ്ഥാനവും മകൻ്റെ സ്ഥാനവും. അപ്പോൾ ഇങ്ങനെ ധർമ്മങ്ങൾ, രാജാവിൻ്റെ സ്ഥാനം പ്രജകൾക്ക് വേണ്ടി എന്നുള്ളത് പറയും. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ അദൃശ്യ ശക്തി എന്നുള്ളത് ദൈവമാണെങ്കിൽ നമ്മളുടെ ധർമ്മം എന്താണ്? അവനവൻ്റെ ധർമ്മം, ക്രിയാധർമ്മം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ തത്വ തമോ രജോ ഗുണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ധർമ്മത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചു. ആ ചിന്തകളിൽ നിന്ന് നമ്മൾ വിട്ടുവരണം എന്നുള്ള സത്യം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. കുടുംബധർമ്മം എന്നുള്ളത് പറയും. ആ കുടുംബധർമ്മം നമ്മൾ പാലിച്ചേ പറ്റൂ. അതിൽ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. പഠിക്കുന്നവരായിരുന്നാലും ജോലി ചെയ്യുന്നവരായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും അത് വേണം എന്നുള്ളതാണ് സത്യം. ഏത് ജാതി മതത്തിലായിരുന്നാലും ശരി തന്നെ ആ ധർമ്മമുണ്ട്. ഇവിടെ ചിന്തനീയം എന്നുള്ളത് ആവശ്യം, അത്യാവശ്യം എന്നുള്ളതാക്കി മാറ്റണം എന്നുള്ളതാണ് സത്യം. ഇത് ഏതൊക്കെ കാര്യത്തിൽ ആപ്ലിക്കബിളാണ് എന്നുള്ളത് അവനവൻ ചിന്തിക്കണം എന്നുള്ളതാണ് സത്യം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ ചോതി നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിളാണ്.
എടുത്ത് ചാടി ചെയ്യാൻ പാടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്ന സമയമാണ് ഈ 1-2 മാസം. ദൈവാധീനം അനുകൂലമാണ്. വിശാഖം നക്ഷത്രം, ഇന്ദ്രാഗ്നി എന്നുള്ളതാണ് ദേവത. ആസുരഗണത്തിൽ വരുന്നു. പുരുഷയോനിയാണ്. പെൺ സിംഹമാണ്. മൃഗം. അഗ്നി എന്നുള്ളതാണ് പഞ്ചഭൂതം. കാകൻ പക്ഷിയായിട്ട് വരുന്നു. വയ്യം കഥ എന്നുള്ളതാണ് വൃക്ഷമായിട്ട് വരുന്നത്. വിശാഖ നക്ഷത്രം സംബന്ധിച്ചോളം സാമ്പത്തിക അധിക ചെലവുകൾ കൂടി വരുന്ന സമയമാണ്. ആരടുത്ത് പറഞ്ഞാലും വരുമാനത്തിൻ്റെ ഇരട്ടി ചെലവ്. കിട്ടാനുള്ള സാമ്പത്തികം കിട്ടിയില്ല. സ്വർണം വരെ പണയം വെക്കേണ്ട സാഹചര്യം ചിലപ്പം വന്നുകൂടായില്ല. ഓരോ നിലവാരത്തിലുള്ളവർക്ക് ഓരോ തരത്തിലുള്ള ചിലവുകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടും. നമുക്കോ മറ്റുള്ളവർക്കോ നടന്നെങ്കിൽ അതിൻ്റെ സഹായം നമുക്കും കിട്ടുമെന്നുള്ളത് നീണ്ടു പോവുക. അതുകൂടാതെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഷോക്കസ് നോട്ടീസ്, ട്രാൻസ്ഫർ, സസ്പെൻഷൻ തുടങ്ങിയുള്ള ഭീഷണികൾ, അത് യൂണിയൻ്റെയോ കോക്കസിൻ്റെയോ കളി, നുണയും പാരവയ്പ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് വളരെ ക്ഷമയും ശ്രദ്ധയോടുകൂടി പോവേണ്ട സമയമാണെന്നുള്ളത് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയ്ക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തേടി മുന്നോട്ട് പോവേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇത് കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. വീട്ടിനകത്ത് ചില പ്രശ്നങ്ങളിൽ ടെൻഷനും അസ്വസ്ഥതയും വരുന്നുണ്ട്. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ വല്ലാത്ത ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. തൊണ്ടവേദന, വയറുവേദന, കാലുവേദന, ഉപ്പുറ്റിവേദന, മുട്ടുവേദന. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. കഴിയുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സൈഡ് എഫക്റ്റ് ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ദൈവാധീനം അനുകൂലം തന്നെയാണ്. അനിഴം നക്ഷത്രം, മിത്രൻ എന്നുള്ളതാണ് ദേവത. ദേവഗണത്തിൽ ഈ നക്ഷത്രം വരുന്നു. സ്ത്രീ യോനിയിൽപ്പെടുന്നു. പെൺമാൻ ആണ് മൃഗം. പഞ്ചഭൂതത്തിൽ അഗ്നിയിൽ വരുന്നു. പക്ഷിയിൽ കാകനാണ്. ഇലഞ്ഞി എന്നുള്ള വൃക്ഷത്തിൽ ഈ നക്ഷത്രം വരുന്നു. ദൈവാധീന കാരകത്വം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പൂർവജന്മാർജിതം കർമ്മം, പുണ്യം എന്ന് പറയും. നമുക്ക് ഈ മനുഷ്യനായിട്ട് പിറക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു പുണ്യമാണ്, പ്രത്യേകിച്ച് ഭാരതത്തിൽ. അതാണ് സത്യം. ഇതെത്ര പേര് മനസ്സിലാക്കുന്നു എന്നുള്ള. അപ്പോൾ പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ, അനിഴ നക്ഷത്രം സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ സൗഭാഗ്യയോഗമാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഫലപ്രാപ്തിയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം കാര്യത്തിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് അലസതയും മടിയും ചില സമയത്ത് വരുന്നു എന്നുള്ളതാണ് സത്യം. അത് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒത്തിരി സഹകരണം, സഹായം നമുക്ക് കിട്ടും. പക്ഷെ അത് തേടിയാലേ കിട്ടൂ. ഒന്നും നമ്മുടെ മുമ്പ് കൊണ്ടുവരില്ല. IAS പാസ്സായാലും നമുക്ക് നമ്മുടെ യാത്ര അന്വേഷിക്കാം, കണ്ടെത്തണം എന്നുള്ളതാണ്. ആരും വീട്ടിലൊന്നും കൊണ്ടു തരില്ല. അപ്പോൾ ആ ഒരു അലസത മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് രത്നച്ചുരുക്കം. ഇവിടെ ശിവശക്തിക്ക് അതിൻ്റേതുള്ള സമർപ്പണം നമ്മൾ ചെയ്താൽ ഒരു പരിധിവരെ ഈ തടസ്സങ്ങൾ മാറി നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ പറ്റും. 2, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഒരു വർഷത്തിനകത്ത് നമുക്ക് ബാധ്യതകൾ തീർത്ത് എത്താൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ശത്രുതയല്ല, കുറച്ച് വിരോധങ്ങളുണ്ട്. അത് നമ്മളും കൂടെ മുൻകൈ എടുത്ത് ആ വിരോധങ്ങൾ തീർക്കാം. കലാമേഖലയിൽ നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സീരിയൽ, സിനിമ പരമായിട്ടുള്ള കാര്യങ്ങളോ തിരക്കഥയോ സംവിധാനമോ അഭിനയമോ എന്ത് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള 1-2 കാര്യങ്ങൾ ഈ വർഷം തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് അതിൽ വിജയിക്കാൻ മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട്. തൃക്കേട്ട നക്ഷത്രം, ഇന്ദ്രസുനിധി സഹമാ പുനാതു സോമസ്വസ്ത്യ വരുണ സമീച്യ.
കാണുന്ന ദൈവങ്ങളുടെ സംക്ഷിപ്തഭാവ നക്ഷത്രം എന്ന് പറയും. കാണുന്ന ദൈവങ്ങൾ പലതരത്തിലുണ്ട്. സർപ്പം, സൂര്യൻ, ചന്ദ്രൻ, വായു ഭഗവാൻ, വരുണ ഭഗവാൻ, അഗ്നിദേവൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ ദൈവാധീനക്കുറവില്ല, പക്ഷേ പ്രവൃത്തി ഭാവുകം കുറച്ചുകൂടെ നമ്മൾ ഉറപ്പിക്കണം, സ്ട്രോങ് ആക്കണം എന്നുള്ളതാണ്. അപ്പം അത് ഏത് മേഖലയിൽ വേണമെന്നുള്ളത് നമ്മൾ നിശ്ചയിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് സത്യം. ഈശ്വരാധീനം അനുകൂലമായി വരും. അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇവിടെ രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. അതായത് ഒന്നിച്ചിരുന്ന് ഒരു നേരം ഭക്ഷണമെങ്കിലും കഴിച്ച് കുടുംബകാര്യത്തിൽ നമ്മൾ സമയം കൊടുക്കണം. എല്ലാവരും മൊബൈലിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സീരിയലാകുമ്പം സീരിയലിലേക്ക്. അപ്പോൾ കുടുംബം എന്നുള്ള രീതിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ആ തരത്തിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വളരെ കുറഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് സന്ധ്യാനാമം ജപിക്കുന്ന കാര്യങ്ങളിൽ പോലും, പ്രാർത്ഥിക്കുന്നതിൽ പോലും കുറവ്. ഇത് നമ്മളായിട്ട് നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ശ്രദ്ധയും ഉത്തരവാദിത്വവും ഉണ്ടാകണം. പല പ്രശ്നങ്ങളിലും ഇതുകൊണ്ട് പരിഹാരം ഉണ്ടാവും. നാം നമ്മെ തിരിച്ചറിയണം എന്നുള്ള പരസ്പരം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ദൈവാധീനത്തിന് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഈശ്വരാധീനം നമ്മെ തേടി വരും, നമ്മൾ അങ്ങോട്ട് തേടിപ്പോണ്ട, നമ്മെ തേടി വരും. മൂലനക്ഷത്രം നിരുതി എന്നുള്ള ദേവതയാണ്. ആസുരഗണത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. പുരുഷ യോനിയാണ്. പെൺശ്വാവ് മൃഗം, വായുവാണ് പഞ്ചഭൂതത്തിൽ. പക്ഷി കോഴിയാണ്. പൈൻ എന്നുള്ള വൃക്ഷമാണ്. ദൈവാധീനം അനുകൂലം തന്നെയാണ് മൂലനക്ഷത്രത്തിന്. മുൻകോപം ഉണ്ടാവും ചില സമയത്ത്, അത് നിയന്ത്രിക്കണം എന്നുള്ള. സാമ്പത്തിക അച്ചടക്കം വേണമെന്നോ, അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ് സത്യം. പിന്നെ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, സ്റ്റോണിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുള്ളത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ അതുണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. നല്ല ഗൃഹയോഗം, അതിന് വീട് വയ്ക്കുകയോ ഫ്ലാറ്റ് വാങ്ങിക്കുകയോ സ്ഥലം വാങ്ങിക്കുകയോ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ അതിനിറങ്ങിയാൽ അത് വിജയിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ പ്രേമവിവാഹം, അത് ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അത് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാവാൻ കാണുന്നുണ്ട്. തുറന്ന് പറയണം എന്നുള്ള, ആരുടെത്താണ് ഏത് വഴിക്കാണ് എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കണം. ഈശ്വരാധീനം നല്ലതായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രം ജലമാണ് ദേവത, മാനുഷഗണത്തിൽപ്പെടുന്നു. യോനി വന്നിട്ട് പുരുഷ യോനി. കപി അതായത് മങ്കി ആണ് മൃഗമായിട്ട് വരുന്നത്. വായു പഞ്ചഭൂതത്തിൽ വായുവിൽപ്പെടുന്നു. കോഴിയാണ് പക്ഷി. വഞ്ചി എന്നുള്ളതാണ് വൃക്ഷം. വഞ്ചി എന്നൊരു വൃക്ഷമുണ്ടെന്ന് കാണുന്നുണ്ട്. ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ 4 കാര്യങ്ങൾ വരുന്നുണ്ട് പൂരാടം നാളിന്. അതിലൊന്ന് ഈ 2ാം വിവാഹയോഗം. എല്ലാവർക്കുമല്ല, അത് നമ്മുടെ പാർട്ട്ണറുടെ ജാതക ചേർച്ചയും കൂടെ അനുസരിച്ചിട്ട് വരും. പൊരുത്തമെന്ന് പറയുന്ന സംഗതിയിൽ അത് പെടും. അപ്പോൾ 2ാം വിവാഹയോഗം ചിലപ്പോൾ പൊരുത്തത്തിൽ കൂടി അത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെങ്കിലും സന്താനഭാഗ്യത്തിൽ കൂടിയും അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അത് സംഘർഷം എന്ന് പറയുന്നത് മനസ്സും ശരീരവും അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളത് രീതിയിലാണ്. അത് ക്ഷമ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും വേണമെന്നുള്ളതാണ്. അതിൽ കൂടുതലും ശിവഭഗവാന്
പ്രാർത്ഥിച്ച് സമർപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സംഘർഷ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമുള്ളൂ, എല്ലാവർക്കും ഇല്ല. വീട് മാറാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്, ദൈവാധീനമുണ്ട്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ, ബിസിനസ്സോ അല്ലെങ്കിൽ ആ തരത്തിലുള്ളവർക്ക് ഇറങ്ങിയാൽ അത് വിജയിക്കാൻ, ലോണ് മറ്റു കാര്യങ്ങൾ അനുകൂലമായി കിട്ടാൻ ദൈവാധീനം കാണുന്നുണ്ട്. അയൽപക്കമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളത് ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അത് വെറുതെ അത് വ്യവഹാരവും പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴയ്ക്കാൻ പാടില്ല. അതിൻ്റെ ടെൻഷനും കൂടെ കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് രത്നചുരുക്കം. ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഉത്രാടം നക്ഷത്രം വിശ്വദേവതകളാണ് ഉത്രാടത്തിൻ്റെ ദേവത. മാനുഷഗണത്തിൽ പെടുന്നു. പുരുഷ യോനിയാണ്. കാളയാണ് മൃഗമായിട്ട് വരുന്നത്. വായു ഭഗവാനാണ് പഞ്ചഭൂതത്തിൽ. കോഴിയാണ് പക്ഷിയായിട്ട് വരുന്നത്. പ്ലാവാണ് വൃക്ഷമായിട്ട് വരുന്നത്. ഉത്രാട നക്ഷത്രത്തിൽ ദൈവാധീനം അനുകൂലം തന്നെയാണ്. ഉത്രാടം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 3 കാര്യങ്ങൾ ഉണ്ട്. അതിലൊന്ന് പൂർവ പുണ്യ പിതൃക്കളുടെ ഈശ്വരാധീനം അനുകൂലമായിട്ട് വരുന്നുണ്ട്. അതിനുള്ള പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യണം. രണ്ടാമത്, അതിൽ നമ്മൾ വ്യസനിച്ചിട്ടോ വ്യാപനിച്ചിട്ടോ കാര്യമില്ല. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. കുടുംബ സ്വത്തിൻ്റെ കാര്യത്തിലുള്ള നിവൃത്തി, അത് ഗുണകരമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയോ ബുധൻ്റെയോ കാലഹോര സമയത്ത് പുറപ്പെട്ടാൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്വന്തമായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധ്യാപക വൃത്തി, പ്രൊഫഷണൽ ലെക്ചർ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവാധീനം അനുകൂലമായിട്ട് വരും. തിരുവോണ നക്ഷത്രം വിഷ്ണു ഭഗവാനാണ് ദേവത. ദേവഗണത്തിൽ പെടുന്നു. പുരുഷ യോനിയാണ്. വാനരിയാണ് മൃഗം. വായു ആണ് പഞ്ചഭൂതത്തിൽ. പക്ഷി വന്നിട്ട് കോഴിയാണ്. എരുക്കാണ് വൃക്ഷമായിട്ട് വരുന്നത്. ദൈവാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ നക്ഷത്രക്കാരിൽ വരണം. സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഉചിതമല്ല. സാമ്പത്തിക നഷ്ടങ്ങൾ വരും. കുറേ അനുഭവങ്ങൾ നമുക്കുണ്ട്. വീണ്ടും അത് ആവർത്തിക്കാൻ പാടില്ല. വാഹന സംബന്ധമായിട്ടുള്ള ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2 വീലർ അത് ശ്രദ്ധിക്കണം. നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്ക്, പ്രൊഡക്ഷൻ മേഖലയിൽ നിൽക്കുന്നതിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആലോചിച്ചും കണ്ടും മാത്രമേ ചെയ്യാവൂ. അത് ഫ്ലോപ്പാവാൻ പാടില്ല. ശ്രദ്ധിക്കണം, വളരെ 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 ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാരിൽ. പിന്നെ ടെക്നോളജി മേഖലയിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. പക്ഷെ അത് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ആ ജാതക ചേർച്ച നോക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഫ്ലോപ്പാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായി ഇപ്പോഴത്തെ വർക്ക് അത് വിട്ടിട്ട് പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നെങ്കിൽ വളരെ കരുതലോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. UK, കാനഡ അല്ലെങ്കിൽ ജർമ്മനി അങ്ങനെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠിക്കാനായിരുന്നാലും ജോബിനായിരുന്നാലും വളരെ അനുകൂല സമയമാണ്. ദൈവാധീനം കാണുന്നുണ്ട്. അവിട്ടം നക്ഷത്രം വസുക്കളാണ് ദേവത.
ആസുരഗണത്തിലാണ് ഈ നക്ഷത്രം വരുന്നത്. യോനി വന്നിട്ട് സ്ത്രീ യോനിയാണ്. നല്ലാളാണ് മൃഗം. പഞ്ചഭൂതത്തിൽ ആകാശത്തിൽ ഇത് പെടുന്നു. പക്ഷി മയിലാണ്. വന്യാണ് വൃക്ഷമായിട്ട് വരുന്നത്. അവിട്ടം നക്ഷത്രത്തെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെയോ ചില അഫെയർ, ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ക്ഷമയും ശ്രദ്ധയും മറ്റുള്ളവരുടെ നുണയും പാരവെപ്പും ഇതൊക്കെ കരുതലോടുകൂടി പോയാൽ ആ വക കാര്യങ്ങൾ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില കോഴ്സ് എടുത്തത് തെറ്റായിപ്പോയി എന്നുള്ള ധാരണ അത് മാറ്റി വയ്ക്കണം. നമ്മുടേതായിട്ടുള്ള തീരുമാനം. ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ വിരട്ടലും ഇളക്കലിലും നമ്മൾ കുലുങ്ങാൻ പാടില്ല. നേർ ദൃഷ്ടിയോടെ നേർ വഴിയിലേക്ക് നമ്മൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പോയേ പറ്റൂ. കൺഫ്യൂഷൻ വരാൻ പാടില്ലെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യായാമവും മറ്റ് ഭക്ഷണക്രമവും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പരിപാലിച്ചു പോയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമുക്ക് മാത്രം തന്നെ. പിന്നെയോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിലവിൽ പ്രാർത്ഥന, സമർപ്പണം ഇതെല്ലാം നമ്മുടെ ജ്ഞാനവും വൈകാരികമായിട്ടുള്ള ഉറപ്പും നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ നയിക്കാനും ഒരു ശക്തി പ്രചോദനത്തിലേക്ക് വരും. അത് ശ്രദ്ധയോടുകൂടി ചെയ്യണം. ചതയം നക്ഷത്രം. വരുണനാണ് ദേവത. ആസുരഗണത്തിൽപ്പെടുന്നു. യോനി വന്നിട്ട് സ്ത്രീയാണ്. മൃഗം വന്നിട്ട് പെൺകുതിരയാണ്. പഞ്ചഭൂതം ആകാശമാണ്. പക്ഷി വന്നിട്ട് മയിലാണ്. കടമ്പ് എന്നുള്ളതാണ് വൃക്ഷം. ഈശ്വരാധീനം നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷങ്ങളും പുറമേക്കുള്ള ശത്രുദോഷവും തൊഴിൽ മേഖലയിലുള്ള ശത്രുദോഷവും പണ്ടേ ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 തവണ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചിഴക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് തട്ടിമാറി പോയി എന്നുള്ളതാണ് സത്യം. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും വഴങ്ങാത്തതിൻ്റേതായിട്ടുള്ള വാശി, അസൂയ. ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതും നടക്കേണ്ടതുമായിട്ടുള്ള സാമ്പത്തികവും പ്രമോഷനും മറ്റു കാര്യങ്ങളും മനഃപൂർവ്വം നമ്മളെ കുറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പം അതിനെ മറികടക്കണം എന്നുള്ളതാണ് വരുന്ന 2-3 മാസങ്ങൾ ഈ നക്ഷത്രത്തിന് ചിലർക്കെങ്കിലും അത് ബാധകമായിട്ടുള്ളത്. ഇവിടെ ശിവന് ജലധാരയും പുഷ്പാഞ്ജലിയും 3 ആഴ്ചയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. 3 തിങ്കളാഴ്ചയെങ്കിലും അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ഗൃഹത്തിൽ വാസ്തു പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. വാസ്തു പൂജയോ വാസ്തു സമർപ്പണമോ ചെയ്ത് ആ ദോഷങ്ങൾ മാറ്റിയാൽ ഒരുവിധം മഹാലക്ഷ്മി സാന്നിധ്യം അനുകൂലമായി ധനഭാവം ഉറയ്ക്കാൻ ദൈവാധീനം കാണുന്നുണ്ട്. രോഗാതി ദുരിതങ്ങൾ സീരിയസ് ആയിട്ടില്ല. മുട്ടുവേദന, പെടലുവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറി അസ്വസ്ഥതകൾ വരുന്നുണ്ട്. ഉറക്കം ചില സമയത്ത് അങ്ങോട്ട് ശരിയാകുന്നില്ല, ടെൻഷൻ ഉണ്ടാകും. അത് പരിഹരിക്കണം. ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രം. അജേകപാൽ എന്നുള്ള ദേവനാണ്. മാനുഷ ഗണത്തിൽ പെടുന്നു. യോനി വന്നിട്ട് പുരുഷനാണ്. മൃഗം വന്നിട്ട് നരനാണ്. പഞ്ചഭൂതത്തിൽ ആകാശത്തിൽ പെടുന്നു. പക്ഷി മയിൽ തന്നെയാണ്. വൃക്ഷം വന്നിട്ട് തേന്മാവ്. അപ്പം ഇതിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധം ആദിത്യനും ചന്ദ്രൻ്റെയും കാലഹോരയിൽ പോയാൽ ലക്ഷ്യപ്രാപ്തിയിലും വിജയപ്രാപ്തിയിലും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. അതോടൊപ്പം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നീറ്റ് അതുപോലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂല സമയം തന്നെയാണ്. പിന്നെ
കൺഫ്യൂഷൻ പല സമയത്തും ഉണ്ടാകും, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അത് മാറ്റിവെക്കണം. ദൃഢത അല്ലെങ്കിൽ ലക്ഷ്യബോധം, ഡ്രീം ഉറച്ച മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവവും കൺഫ്യൂഷൻ വരുന്ന സ്വഭാവവും ഈ നക്ഷത്രക്കാർക്ക് ചില സമയത്തുണ്ടാകും. ഇതിന് സമർപ്പണ മനോഭാവം ഉണ്ടാകണം. അഷ്ടനീരാഞ്ജനം, ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്, വളരെ വിശേഷമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. കോടതി നടപടികൾ നിൽക്കുന്നവരെ സമയത്ത് ക്രിമിനലായിരുന്നാലും സിവിലായിരുന്നാലും സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം അനുകൂലമായി കാണുന്നുണ്ട്. ആ തരത്തിൽ മുന്നോട്ട് പോയി അത് ഒതുക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. ഗൾഫിലേക്ക് മറ്റു മേഖലയിലേക്കോ മിഡിൽ ഈസ്റ്റിലേക്കോ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂലം. അത് സ്വന്തക്കാർ വഴിയോ ഫ്രണ്ട് വഴിയോ വിസിറ്റിംഗ് എടുത്തോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും പോയാൽ അത് മെച്ചവും ഉയർച്ചയും അനുകൂലമായി കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം, അഹിർബുദ്നി എന്ന് പറയുന്നത് ആ ദേവത മാനുഷഗണത്തിൽപ്പെടുന്നു. സ്ത്രീ യോനിയിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി. മൃഗം വന്നിട്ട് പശുവാണ്. ആകാശമാണ് പഞ്ചഭൂതം. മയിൽ ആണ് പക്ഷി. കരിമ്പനയാണ് വൃക്ഷമായിട്ട് വരുന്നത്. ദേവാധിദേവയോഗ പ്രകൃത്യാനം രക്ഷതു, ദൈവാധീനം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റിൽ നിന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ള സമയദോഷം മറികടന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെയോ ഗൃഹഭാവയോഗം അനുകൂലമാണ്. ഗൃഹത്തിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ട്. പക്ഷേ ലക്ഷ്മി സ്ഥിരത ഉണ്ടാകണം. സാമ്പത്തികം ഉറക്കില്ല, അതാണ് സത്യം. വരുന്നു ചിലവ്, വരുന്നു ചിലവ്, വരുന്നു ചിലവ്. അപ്പോൾ ലക്ഷ്മി ഉറക്കണം. ലക്ഷ്മി ചക്രം ഗൃഹത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതിൻ്റേതായുള്ള ലക്ഷ്മി സാന്നിധ്യം, തൃപ്തി ഉണ്ടാകും. അപ്പോൾ തൃപ്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടാകണമെന്നില്ല, ഏറ്റക്കുറച്ചിലുണ്ടാവും. തൃപ്തി 5 ഭാവത്തിൽ ഉണ്ടാവണമെന്നാണ്. 1 വിശ്വാസം, 2 സ്നേഹം, 3 താല്പര്യം, 4 സമ്പത്ത്, പിന്നെയോ 5-മത്തത് തൃപ്തി എന്നുള്ളതാണ്. ഭക്ഷണത്തിൽ വേണം തൃപ്തി, എല്ലാ കാര്യത്തിലും തൃപ്തി. ഇത് ഏതെങ്കിലും ഒന്ന് ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഐശ്വര്യം എന്നുള്ളത് ഉണ്ടാവില്ല. ഇത് 5ഉം വരുമ്പോഴേ ഐശ്വര്യം ഉണ്ടാവും. സമ്പത്ത്, ആരോഗ്യം എല്ലാം വേണം. എല്ലാം ഉണ്ടായിട്ട് സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലെങ്കിൽ അതെങ്ങനെ അനുഭവിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് വരുന്നതെങ്കിൽ ഗൃഹത്തിൽ ലക്ഷ്മി പൂജ, ഭഗവതി പൂജ ചെയ്യണം. അത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ അതുണ്ടാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിന് മുമ്പ് ചെയ്യുന്നത് ഉചിതമാണ്. ദൈവാധീനം അനുകൂലമാകും. രേവതി നക്ഷത്രം, പുഷാവ് എന്നുള്ള ദേവതയാണ്. ദേവഗണത്തിൽ തന്നെയാണ് രേവതി നക്ഷത്രം വരുന്നത്. സ്ത്രീ യോനിയാണ്. മൃഗം വന്നിട്ട് പിടിയാനയാണ്. പഞ്ചഭൂതത്തിൽ ആകാശത്തിൽ വരുന്നു. പക്ഷി മയിൽ തന്നെയാണ്. ഇരിപ്പ എന്നുള്ള വൃക്ഷമാണ് വരുന്നത്. രേവതി നക്ഷത്രം ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം കുറഞ്ഞിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, ഒരു സ്ഥിരത ഉണ്ടാവില്ല. കേന്ദ്ര ആധിപതയം സർവേ വീക്ഷിണാവം ശുഭേഷേ, വീക്ഷിണഭാവത്തിൽ വരുന്ന ബുധൻ്റെ മൗഢ്യം ഉണ്ടാകും. അതായത് പെട്ടെന്ന് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള സഹകരണത്തിൽ നിന്ന് മാറി വിരോധത്തിലേക്കാകും എന്നുള്ളതാണ്. ഇത് ജോലിസ്ഥലത്താണ് കൂടുതലും ബാധിക്കുന്നത്. കുറ്റപ്പെടുത്തുക എന്നുള്ള കാര്യം, അതിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നിർത്തിയിട്ട് പോകണോ വേണ്ടയോ എന്നുണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇത് ബാധകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാഹനം ചേഞ്ച് ചെയ്യണോ വേണ്ടതാണ്. ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂല സമയം തന്നെയാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ പലതും വരുന്നു, നീണ്ടു പോകുന്നു,
നടക്കുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബവും സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം. ഏജ് ഓവറായി വരുന്നു. ഇത് പ്രത്യേകിച്ച് നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ദൈവാധീനം അനുകൂലം തന്നെയാണ്. രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം.